ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ എന്നിട്ട് ഡോർ അടയ്ക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ മൈ ലൈഫാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം നമ്മുടെ ഈ തിരക്കിട്ട ദിവസങ്ങളിൽ ഒരു ദിവസം എന്ന് വെച്ചാൽ ബിസിയാണ്, മൊത്തത്തിൽ ബിസിയാണ്, നിൽക്കാനും തിരിയാനും നേരില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇത് നമ്മുടെ ജോർജറ്റിൽ വരുന്ന അടുത്ത മോഡൽ ചുരിദാറാണ് കേട്ടോ. ആ പീക്കോക്ക് നല്ലൊരു പീക്കോക്ക് കളറാണ് കേട്ടോ, അടിപൊളിയാണ്. ഇത് ഈ ക്യാമറയിലേക്ക് എൻ്റെ കറക്റ്റ് നിറം എടുത്ത് കിട്ടിയില്ല, അതാണ്. അതേപോലെ ഈ ഒരു മാമ്പഴ കളറും ചുവപ്പുമാണ് കേട്ടോ. അതിൻ്റെ കളർ മാമ്പഴ കളറും റെഡും കൂടിയിട്ട് നോക്കി, നല്ലൊരു റെഡ് കൂടിയിട്ടുള്ള കളറാണ്. അപ്പോൾ 1700 രൂപയാണ് എൻ്റെ പ്രൈസ് വരുന്നത്. ഇനിയിപ്പോൾ കുറേ ആൾക്കാർ റേറ്റ് പറയണില്ല, അപ്പോൾ 1700 രൂപയാണ് ഈ ഒരു ചുരിദാർ മെറ്റീരിയലിന് വില വരുന്നത്. എല്ലാത്തിനും സെയിം റേറ്റാണ് വരുന്നത്. ജോർജറ്റാണ് മെറ്റീരിയൽ, അടിപൊളി ഒരു ഓറഞ്ചും മെറൂണും കൂടിയിട്ടുള്ള കളറാട്ടോ. അത് ഞാൻ നല്ല ഇഷ്ടമായപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടാണ്. എല്ലാം അടിപൊളി കളറാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഓറഞ്ചിൻ്റെയും കളർ റെഡിൻ്റെ കളർ കറക്റ്റ് കിട്ടിയിട്ടുള്ളൂ. ബാക്കി രണ്ടും അതിനും നല്ല ഭംഗിയുള്ള കളറാട്ടോ. മഞ്ഞയും പീക്കോക്കും നല്ല കളറാണ്. ഇത് നല്ലൊരു ചില്ലി റെഡും ബ്ലാക്കും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ ഇതൊക്കെ ഇടുമ്പോൾ. ഇതൊക്കെ ഉണ്ട് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ ഓഫീസിൽ പോകണമൊക്കെ ആയാലും ഒക്കെ നമുക്ക് എങ്കിലും പോകുമ്പോഴൊക്കെ നല്ല ഭംഗിയാട്ടോ. എത്ര ദിവസമായി ചോദിക്കണു? കാൽമടല്ല അപ്പുറത്തെ അപ്പൊ കൊണ്ടുവച്ചേരാം. ഇഷ്ടായാ? ഒരു കോലല്ലേ വേണ്ടോ? ഒരു കോലല്ലേ? ഇപ്പൊ ഒരു കോലല്ലേ? ഒരു കൈ ഒന്ന് കൈ കൊണ്ടല്ലേ? ഒരു പുതിയ കോല് മേടിച്ച് വെച്ചാ ഇത് സന്തോഷം കാണാൻ ചാടുന്നൊക്കെ വെച്ചു. നീ ചാടിയൊന്നുമില്ലല്ലോ. രണ്ട് ചാടി ചാടാ. അയ്യ എന്ത് പറ്റപ്പെട പോലെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണിച്ചത് സത്യം പറഞ്ഞാൽ വയ്യ, തീരെ വയ്യ. തലേ ദിവസം ഒക്കെ തീരെ വയ്യാണ്ടിരിക്കുന്ന ഒരു ദിവസം നോക്കിയപ്പോൾ ഒരാൾ ഷർട്ട് ഇടാണ്ട് ബാക്ക് കൂടെ പോണ നോക്കി വീഡിയോ എടുക്കാൻ വേണ്ടി പതുക്കെ ഷർട്ട് ഇടാൻ പോണതാണ് കണ്ടിട്ട് ക്യാമറ ഓണൊക്കെ മറന്നു. അതുണ്ടായിരുന്നു. അപ്പം നല്ല കടലുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു കടലുപ്പേരിയും നല്ലൊരു നാരങ്ങച്ചാറോ മാങ്ങച്ചാറോ ഉണ്ടെങ്കിൽ ഇതായിട്ട് ചോദിക്കണം. ഇതില് നല്ല തൈര് കൂട്ടിയിട്ട് നോക്കും. സ്കൂളിൽ പോണ സമയത്ത് ഉണ്ടാക്കുക. എൻ്റെ കുട്ടിക്കാലം തൊട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കടലുപ്പേരി ഇതാട്ടോ. അതെ, അനുവേൻ്റെ വീട്ടിലെ വ്യത്യാസമുണ്ട്. ഞാൻ വന്നപ്പോൾ അനുവേൻ്റെ വീട്ടിൽ ഗരം മസാലയുടെ പൊടി, ഈ ചിക്കൻ മസാലയുടെ പൊടിയൊക്കെ ഇടും ഉപ്പേരിയിൽ, ഈ കടലുപ്പേരിയിൽ. പക്ഷെ നീ അങ്ങനെ ഇല്ല. വന്നതിന് ശേഷം ഞാൻ മാറ്റിയിട്ടത് സത്യം. ഈ ഒരു ഞാൻ അമ്മയുടെ രുചികളെ ചോദിച്ചപ്പോൾ പറയട്ടോ, ഈ ഒരു കടലുപ്പേരി ഉണ്ടല്ലോ, നമ്മളെ വീടിൻ്റെ വാർപ്പും കടറൂമിൻ്റെ വാർപ്പൊക്കെ നമ്മളതിൻ്റെ അമ്മ രാവിലെ കഞ്ഞിയും ഉപ്പേരി അച്ചാറും പപ്പടം കൊടുക്കുക. അയ്യോ, ഈ ഒരു കടലുപ്പേരി ഉണ്ടാക്കിയിട്ട് കഞ്ഞി ഇന്ന് എനിക്കൊരു ചെറിയ കടല വെക്കാം. അമ്മയ്ക്ക് വലിയ കടല ഇഷ്ടമല്ല. അപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് വലിയ കടല കിട്ടിയിരുന്നു. ചെറിയ കടല ഇട്ട ചെറിയ കടല ഉപ്പേരി വെച്ചപ്പോഴാണെങ്കിൽ ആ ഒരു ഓർമ്മകളിലേക്ക് വരും. അമ്മയുടെ ഫുഡ് വേറെ ലെവൽ ഫുഡാണ്. വേണ്ട അല്ല വേണ്ട, അല്ല വായിക്ക് രുചി അറിയണ്ടോ നോക്കാനാ. അപ്പൊ ഇന്റെ വായ പോയി നിങ്ങളുടെ വായ തിരിച്ചു വന്നോളി. കാശൂടെ ഇന്ന് പുട്ടും കടലയും നത്തോലി മീൻകറിയും നത്തോലി വറുത്തതും കടലുപ്പേരും. നേരെ വൈകി എനിക്ക് വല്ലാതെ ആൻറ്റിബയോട്ടിക് കഴിച്ച് മരുന്നും കഴിച്ചിട്ട് കിടക്കണം. പിന്നെ ഉണ്ണോക്കൊന്നും സ്കൂളിൽ പറഞ്ഞേക്കുന്നില്ല, അതുകൊണ്ടാണ് നേരെ വൈകി കഴിച്ചത് കേട്ടോ. അങ്ങനെ നമ്മുടെ കടലുപ്പേരി ആയിട്ടുണ്ട്. ഇനി കടല പുട്ടിലേക്കുള്ള കടലക്കറി ഉണ്ടാക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോ തട്ടിപ്പൊട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ ഷോപ്പുള്ള ദിവസം നമുക്ക് പറ്റില്ല കേട്ടോ. ഇനി ഷോപ്പില്ലാത്ത ഞായറാഴ്ച ദിവസം സമൃദ്ധി പണി വീട്ടിലും ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ നല്ല അടിപൊളി കടലക്കറി ഇട്ട് ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യുന്ന കടലക്കറിയെ പറ്റി വർണ്ണിക്കാൻ പറ്റും. നല്ലൊരു ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ടു, അതിലേക്ക് സബോള ഇട്ടു. ആ സബോളയും കറിവേപ്പില ഇട്ടിട്ട് നന്നായി വാടി വരണം കേട്ടോ. നന്നായി വാടി ഒന്ന്
ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട. എന്നാൽ ഏകദേശമൊക്കെ നല്ലോണം വാടി വരുമ്പോൾ നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം ട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കടലക്കറിക്ക് ഉണ്ടല്ലോ ഒരു ബീഫ് കറിയുടെ ടേസ്റ്റ് പോലെയാട്ടോ എനിക്ക് ഫീൽ ചെയ്ത്. അല്ല ഇന്നത്തെ ആ കടലക്കറിയുടെ മസാല മസാലക്കറി ഭയങ്കര ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നുണ്ട്. അങ്ങനെ നമ്മൾ മല്ലിപ്പൊടി ഇട്ടു 3 ടീസ്പൂൺ, കാശ്മീരി ചില്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു, ഗരം മസാല ഇട്ടു, നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടു ട്ടോ. ഇത് മാത്രമാണ് ഇട്ടത്. അത് ഇട്ടിട്ട് അതിന് മൂത്തതിൻ്റെ ശേഷം ആ കുത്ത് മസാലയുടെ കുത്തുമണം മാറിയതിൻ്റെ ശേഷം തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വാട്ടി വരുമ്പോൾ പണ്ടത്തെ പോലെ തക്കാളി വാടണില്ല, ഇങ്ങനെ കെടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് റബ്ബർ പാല് കുടിച്ച പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ആ തക്കാളി വേവണമായിരിക്കും ഞാൻ ആ മസാലയൊക്കെ ഒന്ന് കുത്തുമണം പോയിട്ട് ഇങ്ങനെ ഇട്ടിക്കാട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ എണ്ണ തെളിയണ കാണാം. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായി വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കടല ഉപ്പിട്ടൊക്കെ വേവിച്ച് വെച്ച കടല തട്ടി കൊടുത്തു. ഇനി നമുക്കതിൽ ഉപ്പൊക്കെ നോക്കാം. കുറച്ച് ഉപ്പ് കുറവാന്ന് പറഞ്ഞപ്പോൾ തരി ഉപ്പ് കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കടലക്കറി ഇതിലേക്ക് ഒരു കുറവ് എന്താ വെച്ചാൽ മല്ലിയിലയുടെ ഒരു കുറവുള്ളൂ അല്ലേ ചേട്ടാ? പക്ഷേ അത് ബീഫ് കറിയുടെ ടേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ മല്ലിയിലയുടെ കുറവ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ചിക്കനിലാണ് കൂടുതലും മല്ലിയില യൂസ് ചെയ്യുക. ബീഫിലൊക്കെ മല്ലിയില വളരെ കുറവ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ പണ്ടത്തെ ബീഫ് കറിയുടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇപ്പോഴത്തേക്കും ഒരു പകുതി വെള്ളരിക്ക ഫ്രിഡ്ജിലിരുന്നിരുന്നു. അതൊക്കെ നന്നാക്കി മഞ്ഞൾപ്പൊടി അപ്പോഴേക്കും നമ്മുടെ കുണുക്ക വണ്ടി ഓണാക്കിയപ്പോൾ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഡബ്ബിങ് നിർത്തിയതാട്ടോ. അങ്ങനെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പും കറിവേപ്പില ഇട്ടിട്ട് വേവിച്ചു. വെന്ത് വന്ന കുമ്പളേക്ക് നേരമില്ലാത്ത കാരണം അല്ലെങ്കിൽ ഞാൻ ചട്ടിയിലിട്ട് വേവിക്കാറ് പതിവ്. എന്ന് കുക്കറിൽ 3 വിസിലടുപ്പിച്ചു. വെന്ത ശേഷം നാളികേരം, തൈര്, കുരുമുളക്, ജീരകം, പച്ചമുളക് കൂടിയിട്ട് അരച്ചു. അതങ്ങോട്ട് ഒഴിച്ചു. അതിലേക്ക് മുഴുവൻ മുളകില്ലാത്ത കടുക്, ഉലുവയും കറിവേപ്പിലയും പൊട്ടിച്ച് വെച്ചിട്ട് അപ്പോൾ ഇത് നമ്മുടെ അനുവായിട്ട് ഇതേ ബാക്കി പുട്ടിലേക്ക് മീൻകറിക്ക് നാളികേരം ചെരുകിയുണ്ട് കേട്ടോ അപ്പുറത്ത്. ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കൈ പോണത് മാത്രമേ എന്താണെന്ന് അറിയില്ല. അനുവായിട്ട് പുട്ടിന് വേണ്ടിയിട്ട് ആ കുക്കർ കഴുകാട്ടോ. ഞങ്ങളുടെ ഒരു കുക്കർ കേടായിരിക്കും. അപ്പോൾ ആ ഒരു കുക്കറിനാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വീശി കണ്ടപ്പോഴേക്കും എന്താണ് അത് ഞങ്ങൾ മിനിഞ്ഞാന്ന് കട അടച്ച് പോകുമ്പോൾ 50 രൂപയ്ക്ക് നത്തോലി മേടിച്ചിട്ടായിരുന്നു അല്ലേ കേട്ടാ. നല്ല നത്തോലിയായിരുന്നു അല്ലേ. ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി നത്തോലിയായിരുന്നു കേട്ടോ. 50 രൂപയായിരുന്നു. 50 രൂപയ്ക്ക് അടിച്ചല്ലോ 1/2 കിലോ. ലാഭമായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ലാഭത്തിന് ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. നത്തോലിക്ക് ഇങ്ങനെ 50 രൂപയ്ക്ക് ലാഭത്തിനുമ്പോൾ അച്ചാറിട്ട് വെച്ചാൽ നല്ലതായിട്ട് കേട് വരാണ്ട് എത്ര നാൾ വേണമെങ്കിൽ ഇരിക്കും. അച്ചാറിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചോ ഡപ്പയിലാക്കിയിട്ട്. ഒരു 2 ആഴ്ചയൊക്കെ കേടാണ്ട് പുറത്തിരിക്കട്ടെ. പിന്നെ കേടാവേണ്ടെന്ന് ഈ എണ്ണയുടെ തിരക്കില്ല. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് ഒരു കേട് കേട്ടോ എത്ര നാൾ വേണമെങ്കിൽ യൂസ് ചെയ്യട്ടെ. നത്തോലി കിട്ടണ സമയം ആയതുകൊണ്ടാണ് പറയണത്. നത്തോലി അച്ചാർ എനിക്കൊന്ന് മെയിൻലി ചെമ്മീൻ അച്ചാറിനേക്കാളും മറ്റുള്ള അച്ചാറിനേക്കാളും ടേസ്റ്റ് തോന്നുന്നു നത്തോലിയുടെ അച്ചാറിനാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ട്. ഞാൻ നത്തോലി അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ചോറിന് വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ കുഞ്ഞിന് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും വേണ്ടാത്ത കാരണം വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ദേ ഞാൻ മീൻ നന്നാക്കി ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസമായി മേടിച്ച് വെച്ചിട്ട് വെക്കാനൊന്നും നേരം കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇന്ന് മീൻ കറി ഇല്ലാണ്ട് ഇങ്ങനെ ചോറുണ്ണാണ്ട് വെച്ചിട്ട് 1/2 കിലോ നത്തോലിയിൽ നേർ പകുതി എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളകും, ഉപ്പിട്ടിട്ട് നല്ലോണം മസാല പുരട്ടി വെച്ചു കേട്ടോ. അതാണ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അടുത്തത് മീൻ കറിക്കുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം പുരട്ടി അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇന്ന് ഞാൻ വരുന്നേക്കാൾ മുന്നേ വറക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ എനിക്ക്. പിന്നെ ചുവന്നുള്ളി, ഇഞ്ചി ചതച്ചിട്ടു, കറിവേപ്പില ഇട്ടു, തക്കാളി ഒരു കുഞ്ഞ് തക്കാളി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടു. പിന്നെ നമ്മൾ കുടംപുളി ഇതാണ് കേട്ടോ ഇടുന്നത്. വേറെ പ്രത്യേകിച്ച് ഇത് ഈ ഒരു കൂട്ടിലേക്ക് ഉപ്പും പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈ കൊണ്ടൊന്ന് അങ്ങോട്ട് തിരുമ്പി കൊടുക്കുക. ഇപ്പോൾ തിരുമ്പണില്ല. അപ്പോഴേക്കും നമുക്ക് മസാല ഉണ്ടാക്കിയാലോ കറിക്കുള്ളത്. നാളികേരം 2 പിടി നാളികേരം ഇട്ടു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല എരിവുള്ള മുളകും പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു മിക്സിയിൽ അരച്ചു. ഇനി നമ്മൾ ഈ ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണയും ഉപ്പിട്ടിട്ട് നന്നായി തിരുമ്പി കൂട്ടിയതിന് ശേഷം നമ്മൾ നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി അരപ്പ് ഒഴിച്ചത് കൈ കൊണ്ട് ഒന്ന് അങ്ങോട്ട് നമ്മൾ ചെറ്റിച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ മീൻ കറി തിളയ്ക്കാൻ വെച്ചിട്ടോ. മീൻ ഇപ്പം ഇട്ടിട്ടില്ല. നത്തോലി എന്ന് പറയും, നമ്മളവിടെ ചൂടാന്ന് പറയും. അങ്ങനെ പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ വയ്യട്ടെ, ശ്വാസം മുട്ടിയിട്ട് വയ്യ. അതാണ് ഇരുന്ന് ശ്വാസം വലിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ശ്വാസം മുട്ടിയിട്ട് നിൽക്കണം. ഇപ്പോൾ കാണുമ്പോഴാണ് ഇല്ലേ എനിക്കെല്ലാം കണ്ടിട്ട് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന കേട്ടാ. അങ്ങനെ ഒരു തിരക്കും ബഹളാട്ടോ. എന്താ വെച്ചാൽ കുഞ്ഞിന് അച്ചുവൊക്കെയുള്ള കാരണം നമുക്ക് ചിലപ്പോൾ കുഞ്ഞിന് മീൻ കറി കൂട്ടാനാണ് ഇഷ്ടം, ചിലപ്പോൾ മോര് കറി കൂട്ടാനാണ് ഇഷ്ടം.
അപ്പം എല്ലാം വെച്ച് വെച്ച് വരികയാണ് കേട്ടോ. അല്ലെങ്കിൽ രാത്രി പോയി എനിക്ക് ഇരട്ടി പണിയാണ്. രാത്രിക്കുള്ള ഫുഡ് ഷോപ്പ് അടച്ചിട്ട് പോയിട്ട് ഉണ്ടാക്കി, പിന്നെ ഭക്ഷണം കഴിച്ച് ഒക്കെ ഒതുക്കി പിള്ളേരെ കാര്യങ്ങൾ കഴിഞ്ഞ് കിടക്കുമ്പോൾ 12 മണി 1 മണി. അങ്ങനെ പണിയോടും തിക്കും തിരക്ക് ബഹളമൊക്കെ കഴിഞ്ഞ് ഉണ്ണാളനെയൊക്കെ കുളിപ്പിച്ച് അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് ഞങ്ങളുടെ ഷോപ്പിലേക്ക് എത്തിയിട്ടാണ്. ഷോപ്പിലേക്ക് എത്തി പകുതി വശമൊക്കെ ഞാൻ അടിച്ചു വരുമ്പോഴേക്കും എന്നിട്ട് പുറത്തേക്കുള്ള വശമൊക്കെ എന്നിട്ടും അടിച്ചു വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ മേശയൊക്കെ തുടച്ച് നമ്മുടെ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ വലിച്ച് കറക്റ്റായിട്ട് ഇടുക കേട്ടോ. എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ വൈഫൈയുടെ വയറ് കുത്തുക, അങ്ങനെയുള്ള തിക്കും തിരക്കും ബഹളമാണ്. പിന്നെ നമ്മുടെ ഒരു മിറർ വെയിറ്റ് ഇല്ലാത്ത കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കാം കേട്ടോ. അങ്ങനെ ദേ ഉണ്ണോട് പോയിട്ട് അതിൽ നോക്കുന്നുണ്ട്. ഉണ്ണോടുള്ള കാരണം അവരെ നോക്കലും അവരെ കാര്യങ്ങളും തുമ്പലും ചുമയും നല്ല മാതിരിയുണ്ട് ഉണ്ണോക്ക്. അത് കാരണം അവറ്റങ്ങളോട് ഞാൻ പറയുന്നുണ്ട്, മാറിക്കുണ്ണി കാർപ്പറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പൊടിയും കാര്യങ്ങളും കിട്ടണ്ട, മാറിക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഏകദേശം കടയൊക്കെ വൃത്തിയായതിൻ്റെ ശേഷം സത്യം പറഞ്ഞാൽ രാവിലെ എണീച്ചിട്ട് ഞാനും ഏട്ടനും തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചു. ആ കറിയുടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ആ കറി ഒന്ന് കയ്യിൽ വെച്ച് നക്കി എന്നല്ലാണ്ട് വേറെ ഒരു ഫുഡും കഴിച്ചിട്ടില്ല കേട്ടോ. കട തുറന്ന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞൊക്കെ വരുമ്പോഴേക്കും ഒരു 11 11:30 കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അന്നേരം കട തുറന്ന് കഴിഞ്ഞ വശം ഷോപ്പ് വൃത്തിയാക്കി ഇടണം. എന്നിട്ട് അത് ആരെങ്കിലും വരുമ്പോൾ നമ്മുടെ ഷോപ്പ് അങ്ങനെ മോശമാക്കി എടുക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു മൈൻഡാട്ടാൻ വേണ്ട. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി വന്നു കിതച്ചു. അവസാനം ഞാൻ എന്താ ചെയ്യാൻ ചേട്ടാ, വല്ല പണിക്ക് സ്റ്റാഫിനെ ആളെ കിട്ടുമോ നോക്കാന്നൊക്കെ പറഞ്ഞിരിക്കുക. എന്താ വെച്ചാൽ നമുക്ക് ഷോപ്പ് കറക്റ്റ് ടൈമിൽ തുറക്കണ്ടേ. അവിടുത്തെ തിക്കും തിരക്കും ബഹളം കഴിഞ്ഞിട്ട് വേണം വരാൻ. ഇനിയിപ്പോൾ കുഞ്ഞിനെ ഓരോ മാസം തോറും കുഞ്ഞിനും കാര്യങ്ങളും ആവുകയാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എത്തണം, എല്ലാം കൂടി പറ്റണ്ടേ. എനിക്കും വയ്യ, അതാണ് കാര്യം. നമ്മൾ ഈ ഷോപ്പ് തുടങ്ങുന്നതിൻ്റെ സമയമായപ്പോഴാണ് എനിക്ക് ബ്രസ്റ്റിൽ വീണ്ടും അറിയില്ല ഒരു മുഴ പോലെ വന്നു. അത് പഴുത്തു. എന്നിട്ട് ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു തുടങ്ങിയതിന് ശേഷം കീറി കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് പോവാന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് പോയില്ല. എന്തെങ്കിലും പോകണം, നമുക്ക് എല്ലാം തിക്കും തിരക്കും ബഹളത്തിന് അതിന് പോകാനോ കാര്യങ്ങൾക്കോ ഒന്നിനും നേരില്ല കേട്ടോ. പില്ല് പോയിട്ടുണ്ട്. പുട്ടും കടലൊക്കെ ഇവര് കഴിച്ചു തന്നു. എനിക്ക് തന്നെ വേണ്ടുള്ളത് ഞാൻ ഒരു കഷ്ണം പുട്ട് വാരി കുറച്ച് കടലക്കറിയും 1 ടീസ്പൂൺ കഴിച്ചോ. അത് കഴിച്ചോ, ഇത് കഴിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടത്തിന് കഴിച്ചോ, അത് മതിയാ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറഞ്ഞേ. നേട്ടം കഴിച്ചിട്ട് വന്നേ. കൊറേ നാളായി ടേസ്റ്റ് ഒക്കെ കണ്ടിട്ട്. നല്ല മസാലയാ. ഇങ്ങോട്ട് വരും, എന്നിട്ട് ഞാനൊരു ടീസ്പൂൺ കഴിക്കും, എന്നിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ അങ്ങനെ ഞങ്ങള് അച്ചു വേണം. ഇപ്പൊ ഭക്ഷണം കഴിക്കാനും നേരില്ല, ഒന്നിനും നേരില്ല. ചായക്ക് കുഴപ്പമില്ല, വെള്ളത്തിന് മുക്കിയൊക്കെയാണുള്ളത്. മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, നല്ല രസം. ചിക്കൻ നല്ല ടേസ്റ്റ്. ചിക്കനല്ല ബീഫിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ്. ചിക്കൻ ആടിയിരിക്കണ ഗോപിക്കൂറൊന്നും ഇട്ടിട്ട് സ്വാമിജി ഒച്ച വേണ്ട. അങ്ങനെ ഞാൻ ദേ ഭക്ഷണം നമ്മൾ എടുക്കാനുണ്ട്. ഭക്ഷണം കവർന്നെടുക്കുമ്പോഴേക്കും നമ്മുടെ കുണുക്കം പിണങ്ങിയിട്ട്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ എന്താ ചെയ്യും, ഞാൻ എടുക്കണ്ട്. സത്യം പറഞ്ഞാൽ ചില സമയങ്ങളിൽ മക്കൾ മനസ്സിലാക്കണില്ല. അതാണ് ഞാൻ ഇപ്പോൾ കുണുക്കനോട് പറയണേട്ടാ. അച്ഛനും അമ്മ ഇതൊക്കെ നിങ്ങൾക്കെല്ലാം ചെയ്ത് തരുന്നോണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് വെച്ചാൽ വിഷമം. എന്താ വെച്ചാൽ അവർക്കൊരു കുറവും വരരുതെന്ന് വെച്ചാൽ അവരെല്ലാം കാര്യം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ അവർ ഈ കുണുക്ക് വന്ന് വിശിക്കുന്ന നമ്മളിപ്പോൾ തരാണ്ട് ആ ബെഞ്ചിൽ അറ്റത്ത് നിങ്ങൾ നീങ്ങിയിരിക്കാനുള്ള ടൈം അത് കഴിഞ്ഞ് ഇത് എടുക്കണ്ടേ. അതുകൊണ്ട് തന്നെ അപ്പം അവനോട് പറയണ്ട, അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടാന്നുണ്ടെങ്കിൽ അത് കുണുക്കനോട് എണ്ണി പറക്കുന്നുണ്ട്. എൻ്റെ ഒപ്പം എൻ്റെ കണ്ണൊക്കെ ഒന്ന് അറിയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയറിയാം. ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയി. എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ മക്കൾ മനസ്സിലാക്കാൻ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം. എന്ന് വെച്ചാൽ രാവിലെ എണീച്ച് നമുക്കൊരു റെസ്റ്റിൽ നമ്മുടെ ഈ ഓട്ടം പാച്ചിലും കാര്യങ്ങളും തന്നെ. അപ്പം ഞങ്ങൾക്ക് 4 ആൾക്ക് കഴിക്കാതെ ഭക്ഷണമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം നല്ല ചോറുണ്ട്, നല്ല മോരിക്കറി ഉണ്ട്, പിന്നെ മീൻകറി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് വിഷമമായ കാരണം ഞാൻ കരഞ്ഞ് സംസാരിക്കണതാണ്. ഞാൻ ഡബ് ചെയ്തിട്ട് വേറെ ഒന്നുമല്ല. അങ്ങനെ കുണുക്ക ചോറുണ്ണാന്നിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ യാതൊരു മൈൻഡിൽ എന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആശം പിണക്കൊക്കെ മാറ്റി ചോറുണ്ട് കേട്ടോ.
കടലിൽ പിന്നെ പിണങ്ങല്ല കുണുക്കാന്ന് ഞാൻ പറഞ്ഞു. എന്താ ചെയ്യുക, എളുപ്പമല്ല ചില സമയങ്ങളിൽ. നമുക്ക് ഈ വയസ്സായതിൻ്റെയൊക്കെ തോന്നുന്നു, നമുക്ക് എന്തോ ഒരു പെട്ടെന്ന് ഇവരെന്തെങ്കിലും പറയുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് എനിക്ക് അതിന് സങ്കടം വരും കേട്ടോ. നത്തൂരിക്കൂട്ടുണ്ട്, നല്ല കുരുമുളകൊക്കെ ഇട്ട് വെച്ച് നല്ല മോരിക്കറി ഉണ്ട്, നല്ല കടലപ്പേരി ഉണ്ട് കേട്ടോ. അങ്ങനെ അതിനായിട്ട് അപ്പം ചോദിക്കുന്നുണ്ട് അച്ചാറ് കൊടുന്നില്ലേക്കുണ്ട്. ഞാൻ ഇല്ല കൊടുന്നില്ല. എന്താ വെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കി ഓടിപ്പോയി ഇവരെ കുളിപ്പിച്ച് ഇവരുടെ ഇടാനുള്ള ഡ്രസ്സൊക്കെ തേച്ച് അവരുടെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് അതിനായിട്ട് കുളിക്കാൻ നേരെ കയറി ഞങ്ങളോട് വന്ന് ചോറൊക്കെ ഊറ്റി ഭക്ഷണമൊക്കെ ആക്കി എന്നിട്ട് വേണ്ട ഇങ്ങോട്ട് വരാൻ. ഒരു തിക്കഞ്ഞിപ്പോൾ ഈ കടയൊക്കെ അടച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ പണികളുണ്ട്. ഇവിടെ വന്നാലും പണി അവിടെ പോയാലും പണി. ചെറിയൊരു ഞങ്ങൾക്ക് പണിയെടുക്കാനൊന്നും വിഷമമില്ല. നമുക്ക് ഈ ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളും ഓരോരോ ടെൻഷനും കാര്യമാണ് കേട്ടോ. നല്ലവരുണ്ട് കടലപ്പേരിന്. അയ്യോ കേട്ട് പിണങ്ങിയിരിക്കുന്ന ആളാണ്. ചെല്ലേ 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 മോനാ. റോസ്ബെൽത്തെ പ്രിൻസിപ്പാള് കാണിട്ട നിന്റെ പിണക്കൊക്കെ. അമ്മ എടുക്കാൻ നിക്കുമ്പോഴേക്ക് എങ്ങനെ ഉണ്ണി പറയുമ്പോഴേക്ക് ഇങ്ങനെ അമ്മ എടുക്കടാ. ഒന്ന് അവസ്ഥ മനസ്സിലാക്കും നിങ്ങള്. അവിടെ ഇത് കഴിയാറോ അപ്പൻ്റെ മൊബൈല്? അപ്പോൾ നമ്മളിപ്പോൾ കോട്ടൻ്റെ ഒരു മെറ്റീരിയൽ, എത്ര നാളെ ജോർജറ്റിൻ്റെ ചുരിദാർ മെറ്റീരിയലാണ് നിങ്ങൾ കണ്ടതെങ്കിൽ ഇപ്പോൾ അത് കോട്ടൻ്റെ ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. നല്ല വലിയ ഷോളും കണ്ടോ, അത്യാവശ്യം വലിയ ഷോളും. നമുക്കൊരു 3XL 4XL വരയ്ക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും ഉണ്ട് കേട്ടോ. ടോപ്പ് തുണി വലിയ അത്യാവശ്യമുണ്ട്. ഞാൻ സത്യം പറഞ്ഞത് അടിക്കാത്ത കാരണം നമ്മളിതിങ്ങനെ മടക്കി ബാക്കിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വലിയ ചുരിദാർ മെറ്റീരിയലാണ്. അപ്പോൾ അതേ കഴുത്തിൻ്റെ അവിടെ ഞാൻ വല്ലാണ്ട് പൊക്കണില്ല. ഇതാണ് ഡിസൈനും കൂടെ അങ്ങനെ ചെറിയ ചെറിയ ഒരു എംബ്രോയ്ഡറി ഉണ്ട്. അതിന് ചെറിയ ഷെല്ലുകൾ കുഞ്ഞു കുഞ്ഞ് ഷെല്ലുകൾ വർക്ക് കൊണ്ടിട്ട് നല്ല രസമുള്ളൊരു ചുരിദാർ മെറ്റീരിയലാണ്. നല്ല അടിപൊളി നല്ല കോട്ടനാണ് കേട്ടോ. അടിപൊളി ചുരിദാറാണ്. ഞാൻ ഇത് അധികം നീക്കാത്തത് എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ നമ്മുടെ ചുരിദാറാണ് കിടക്കുന്നത്. ഇത് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ശരീരത്തിൽ വെച്ച് കാണിച്ചു തരുന്നുള്ളൂ. നല്ലതൊരു നല്ല റെഡ് എന്ന് വെച്ചാൽ നല്ലൊരു റെഡ് കളറിൽ വരുന്ന ഒരു ചുരിദാർ മെറ്റീരിയലാണ്. റെഡും വൈറ്റും കൂടിയിട്ട് വരുന്ന നമ്മുടെ ചുങ്ങരി ടൈപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു ടൈപ്പിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. എല്ലാവർക്കും നല്ലതാണ്. ഡെയിലി യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഓഫീസിൽ പോകുന്നവർക്കും ഒക്കെ നല്ലൊരു കോട്ടൻ്റെ അടിപൊളി ചുരിദാർ മെറ്റീരിയലാണ്. കണ്ട വലിയ തുണി കേട്ടോ. കണ്ട ഇനിയുണ്ട് ഇതേപോലെ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഇപ്പോൾ കാണിച്ചാൽ ഒന്ന് കട്ട് ചെയ്തല്ലേ കേട്ടോ. അതാ വേണ്ട കട്ട് ചെയ്യണ്ട. വേണ്ട നല്ല വലിയ മെറ്റീരിയൽ കേട്ടോ. കണ്ടാ വലുതാ അത്യാവശ്യം. കണ്ടാ അത്യാവശ്യം തട്ടുകൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട ഇതിൻ്റെ വർക്ക് ഞാൻ കാണിച്ചത് ഒന്നും കണ്ട നല്ല ഭംഗിയുള്ള വർക്ക് കേട്ടോ. നല്ല റെഡും ആണ്, നല്ല അടിപൊളി റെഡും കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ അടുത്ത ആളതുണ്ടായാലും തരാം. അടുത്തത് വരുന്നത് നല്ല കരിനീല, നല്ല ഡാർക്ക് കരിനീലാണ്. കണ്ടാണ് നോക്കി എൻ്റെ വർക്ക് കണ്ട നല്ല ഭംഗിയൊരു വർക്ക് കാര്യങ്ങളായിട്ട് സെയിം ഇതാണ്. കോട്ടനാണ് മെറ്റീരിയലാണ്, സെയിം ഡിസൈനാണ്. കളർ ചേഞ്ച് അത് റെഡാണെങ്കിൽ ഇത് നല്ല കരിനീലയാണ് കേട്ടോ വരുന്നത്. നല്ല ഡാർക്ക് കരിനീലയാണ്, നല്ല കോട്ടനാണ് എൻ്റെ മെറ്റീരിയൽ വരുന്നത്. അല്ല എൻ്റെ ലൈക്ക് ഇഷ്ടമായിട്ട് നല്ല കരിനീല. എൻ്റെ ഇപ്പോൾ ആ കരിനീലില്ല, നല്ല കരിനീല. പക്ഷെ ചോദിക്കാൻ പറ്റില്ല, ചെയ്തിട്ടില്ല, നമുക്കറിയാം. പിന്നെ നമ്മളിങ്ങനെ ചോദിക്കുക ചമ്മ വേണ്ടി ചോദിക്കാൻ ചമ്മ വേണ്ടി ചോദിക്കണ്ടെന്ന്.
ചുരിദാറിന്റെ കടയുടെ ഓണറായിട്ട് എന്നിട്ടാണ് ചമ്മ വേണ്ടി ചോദിക്കണ്ടേ ഇത് മാത്രമല്ല മക്കളെ, ഓണർഷിപ്പ് ഒക്കെ അവിടെ പോകുമ്പോ ഒന്നുമില്ലേ, മുമ്പ് പരസ്യം ചെയ്യാൻ മാത്രം, പരസ്യത്തിന് കാശും തന്നില്ല. അപ്പൊ അടുത്തത് വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ കേട്ടോ, ഇതിനേക്കാളും ഡാർക്ക് മെറൂൺ ആയിട്ട് നല്ല അടിപൊളി മെറൂൺ കളറിലാണ് വരുന്നത്. നല്ലൊരു എന്ത് ഭംഗിക്കാ വർക്ക്. നിങ്ങൾക്ക് അടുത്തത് കാണുമ്പോ ആ വർക്ക് നല്ല വർക്കായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടാണ്. ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ വരുന്നത്. ഈ ചുരിദാറിന്റെ ബാക്ക് വശം ഇങ്ങനെ കാണിച്ചത് ബാക്കിൽ ഡിസൈനാണ് കേട്ടോ കാണുന്നത്. എന്താ ബാക്കിൽ ഇങ്ങനെയാണ് ഡിസൈൻ കണ്ട, അധികം ഡിസൈനുകളില്ലാണ്ട്, അതായത് ഫ്രണ്ടിലേക്ക് മാത്രം ഇങ്ങനെ ഡിസൈനാണ് വരുന്നത് കേട്ടോ. നല്ല കോട്ടൻ്റെ അടിപൊളി മെറ്റീരിയലാണ്. ഷാളും കാര്യങ്ങളൊക്കെ നല്ല വലുപ്പമുണ്ട്. ഈ പറഞ്ഞാൽ വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഇതെങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് ഇതിൻ്റെ താഴെ നമ്മുടെ നമ്പർ പോകുന്നുണ്ട്, വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ മെസ്സേജ് ചെയ്താൽ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണ് അറിയേണ്ടത് വെച്ചാൽ റേറ്റ് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞുതരാം. 1400 രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ 1400 രൂപയ്ക്ക് ഇത് അടിപൊളി മെറ്റീരിയലാണ്. ഞാൻ വെറുതെ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് ലോക്കൽ സാധനങ്ങൾ ഇറക്കണില്ല, ഉള്ളത് നല്ലതാണ് ഇറക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് തടിയുള്ളവർക്ക് അതിൽ സ്റ്റിച്ച് ചെയ്യാണ്ട്. അതേപോലെ ഷാളിൻ്റെ ഇപ്പോൾ കുഞ്ഞ കുട്ടി ഷാളും കാര്യങ്ങളൊന്നും അല്ല, നമ്മൾ 1000-2000 രൂപയ്ക്ക് മേടിച്ചിട്ട് പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ് ചെറിയ കുഞ്ഞ ഷാള്, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുപോലെ ഒന്നല്ല, ഇതൊക്കെ നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഷാളിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നോക്കിയേ എന്താ ഷാളിൻ്റെ ഒരു വലിപ്പം നോക്കിയേ, അത്രയും വലിപ്പവും കാര്യങ്ങളൊക്കെയാണ്, നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ആ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഒന്നും അറിയില്ലല്ലോ, കോട്ടനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ. റേറ്റ് ഞാൻ പറഞ്ഞാൽ 1400 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ പോട്ടെ, ഞാൻ അടുത്ത കളറാണ്, ഒരു കളർ കൂടിയിട്ട് ഇപ്പം. അപ്പം നമ്മൾ നേരത്തെ ഇട്ട റെഡ് അല്ല, ഇതൊരു ചെങ്കല്ല് കളറാണ്, നല്ല ഡാർക്ക് ചെങ്കല്ല് കളർ. നമ്മളറിയുന്നല്ലേ, ചെങ്കല്ലിനേക്കാളും ഒരു പ്രത്യേക ഭംഗിയുള്ള കളർ. ഇതിൽ കാണുന്ന ഒരു കളറല്ല, പക്ഷെ നല്ല കളറാണ്, നല്ലൊരു ചെങ്കല്ല് ഷെയ്ഡാണ്. നല്ല ഒന്നും പറയില്ല, എല്ലാത്തിനും സെയിം റേറ്റ് തന്നെയാണ്, സെയിം മെറ്റീരിയലാണ്, സെയിം മോഡലാണ് ഒക്കെ വരുന്നത്. കളർ ചേഞ്ചുകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചെങ്കല്ല്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ കുറേ കണ്ടത് ചെങ്കല്ല്, പിന്നെ ഇങ്ങനെ ചെങ്കല്ല് കളർ അങ്ങനെ അധികം കണ്ടത്. പക്ഷെ ഇപ്പോൾ വീണ്ടും ട്രെൻഡിങ് ആയി വന്നു തുടങ്ങിയിട്ടാ. എനിക്ക് എൻ്റെ ഇത് ഏതാ ജോർജറ്റിൽ ഇതൊരു ചെങ്കല്ല് കുറേ ആൾക്കാർ ചോദിച്ചു കഴിയുമ്പോൾ അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടെന്ന് കേട്ടോ. അതിന് വീണ്ടും വന്നിട്ടുണ്ട്, ജോർജറ്റിൽ വീണ്ടും വന്നിട്ടുണ്ട് ചെങ്കല്ല് കളറുള്ളത്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, സത്യം പറഞ്ഞാലോ ഈ ജോർജറ്റിൻ്റെ ചുരിദാർ ഇടുമ്പോൾ നമുക്ക് ഇടുന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. അത് വേറെ ഒരു മെറ്റീരിയൽ ഇടുമ്പോഴും എനിക്ക് കിട്ടാറില്ല. അത് ജോർജറ്റ് മാത്രമല്ല, നല്ല കോട്ടൺ, ചില കനം കുറഞ്ഞ കോട്ടൺ എന്തെങ്കിലും എടുക്കുമ്പോൾ നമ്മൾക്ക് ഒതുക്കല്ല. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയൽ കോട്ടൻ്റെ നല്ല ഒതുങ്ങി കിടക്കുന്ന കോട്ടനുകളാണ്, നല്ല ഒതുങ്ങി നല്ല നമ്മുടെ ഫിഗറിനനുസരിച്ച് കിടക്കുന്ന കോട്ടനുകളാണ്. എന്താ വെച്ചാൽ നല്ല കനുള്ള കോട്ടൺ. അപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ ഫിഗർ കറക്റ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ എടുക്കൂട്ടാ. അപ്പോൾ ഇത് മസ്റ്റേർഡ് അല്ലോ, സത്യം പറഞ്ഞാൽ ഇത് കീറി കേട്ടോ. ഞാൻ പക്ഷെ ഉപേക്ഷിക്കില്ല, അത് കീറി എങ്ങനെ വരും, ഞാൻ സൂചി കൊണ്ട് കുത്തിയിട്ടായിട്ടാണ് കീറിയിട്ടാണ്. പക്ഷെ ഈ ചുരിദാർ ഇടുമ്പോ എനിക്ക് കിട്ടുന്ന അഭിപ്രായങ്ങളുണ്ട് പുറത്തുനിന്ന്, അതൊക്കെ ഭയങ്കര എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ രാവിലെ നേരത്തെ ഇപ്പൊ സമയം ഒരു 6 മണി കഴിഞ്ഞിട്ട്, എന്നിട്ടും നമ്മുടെ ഫേസിൽ വരുന്ന ആ ഒരു ഫ്രഷ്നെസ്സില് ഭയങ്കര കട്ടിലാട്ടോ. സത്യം ഈ യെല്ലോക്ക് ഭയങ്കര കഴിവ്, ഓറഞ്ചും സൂപ്പറാട്ടോ. അങ്ങനെ എല്ലാം. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ഇപ്പൊ സാധിപ്പിച്ചു തരാം. 1 മിനിറ്റ് കട്ട് ചെയ്യാം. ഞാൻ ഈ ചുരിദാറിന്റെ മുകളിലാണ് ജസ്റ്റ് ഒരു ചരട് കെട്ടിയിട്ട് അതിന്റെ മുകളിൽ സാരി കൊടുത്തേക്കിതാണ് കേട്ടാ. ഭാഷ ഉണ്ടല്ലോ, അതും ഇങ്ങനത്തെ സാരികള് മസ്റ്റേർഡെല്ലൊക്കെ കിട്ടുമ്പോ വേറെ ലെവലിൽ ലുക്കാണ്. പക്ഷെ അത് പലർക്കും അറിയില്ലടി, മസ്റ്റേർഡെല്ലോന്റെ ഒരു സൗന്ദര്യം എന്താന്ന് പലർക്കും അറിയാത്തവരുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, നോക്കി ഇത്ര നേരം
ഞാൻ നിൽക്കണ ഒരു നോക്കി മസ്റ്റിയായിട്ടുള്ള സാരി ആയിട്ട് വന്നപ്പോ എന്റെ ഫേസിലേക്ക് ഒരു മാറ്റം നിങ്ങൾ നോക്കി. ഓ എന്റെ തമ്പുരാനെ, അന്യന്റെ മനസ്സ് മാറി. ഉണ്ണിയോട് എടുത്തോളം പറഞ്ഞു, മനസ്സ് മാറി. ഉണ്ണി എടുത്തോന്ന് പറഞ്ഞു. ഉണ്ണിയോട് എടുത്തോണ്ട് ഈ ഒരു ഒറ്റ പീസല്ലേ ഉള്ളു ഉണ്ണി, ഇനിയിപ്പോ ആ ലാഭം നോക്കണ്ട, അത് ഉണ്ണി എടുത്തോ, ഉണ്ണിക്ക് നല്ല ഭംഗിണ്ടെന്ന് പറയുന്നുണ്ട്, നിർബന്ധിക്കുന്നുണ്ട്, വാ വാ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും കാര്യം പറയുന്നു, ചുരിദാറിന്റെ ഗെറ്റപ്പ് സാരി എന്താ ചുരിദാർ എടുക്കുമ്പോ ഉണ്ണി ഒരു ഇടുമ്പി മാതിരിയാവും. ഇതാകുമ്പോ നല്ലൊരു പ്രൗഢി, ടീച്ചറുടെ ലുക്ക്, നല്ലൊരു. അപ്പൊ ചുരിദാർ ഭംഗിയില്ല എന്നാണ് പറയണത്. ചുരിദാറിന് ഭംഗിയില്ലെന്നല്ല, അത് ഓരോന്നും ഭംഗി തോന്നുന്നു. പിന്നെ സാരി എടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ നിൽക്കും. അപ്പൊ അതുപോലെ നമ്മള് ഇട്ട ശേഷം നമ്മള് നിൽക്കുന്ന ഒരു പ്രൗഢി ഉണ്ടോ, ആ നെഞ്ചി വിരിവ്, അതാണത്. ഭയങ്കര രസമുള്ള മസ്റ്റേർഡില്ല പറയാണ്ടിരിക്കുക. അതും വേറെ ലെവലാ മസ്റ്റേർഡ്. ഒറ്റ പീസുള്ളൂ. നമ്പർ താഴെ കൊടുക്കാൻ വിളിച്ചോ, എന്നോടല്ല വിളിച്ചുള്ളവരോടാ. പാവങ്ങള് എന്ത് ചെയ്യാ. ആര് മാമ്പഴ കളർ ഇട്ട് കൊടുത്തേ? ഞാൻ ശരി കൊടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ പൊളാഴ്ചയായിട്ടിരുന്ന ജാക്കറ്റ് ഇതിൻ്റെ എല്ലാം ചുരിദാറിൻ്റെ മുകളിലാണ്. അത് നമ്മൾ ആരെങ്കിലും. ഓ എൻ്റെ ഏറ്റവും കുട്ടിക്കാലത്തുള്ള ഒരു ഏറ്റവും ഇഷ്ട കളർ കേട്ടോ, നല്ല മാമ്പഴ കളറും കല്യാണിപ്പം. ഓ നോക്കി ചെക്ക്. ഞാൻ ചിലതിങ്ങനെ കാട്ടിയിരുന്നു, എനിക്ക് ഇഷ്ടം കൂടിയപ്പോ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ബ്ലൗസ് അല്ല, അത് മുന്താണി. ചുമപ്പിനിതാ, ചുമപ്പിന് ബ്ലൗസ്. പക്ഷെ നല്ല റെഡാട്ടെ. ഇതിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഓണ കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെ ഓണത്തിന് സെറ്റ് മുണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരൊറ്റ നേരത്തെ. അപ്പൊ സെറ്റ് മുണ്ടിനൊന്നും അധികം കാശ് കളയണേലേക്ക് അധികം താല്പര്യം. പിന്നെ കൂടുതൽ ഇങ്ങനത്തെ സാരി എടുത്ത് നമുക്ക് ഫംഗ്ഷനുകളൊക്കെ കൊടുക്കാം. ഇപ്പൊ ചിങ്ങമാസമൊക്കെ ആണ്, എനിക്ക് കുറെ കല്യാണം കാര്യങ്ങളൊക്കെ വരികയാണ്. ഇതൊക്കെ എൻ്റെ ഷോപ്പിൽ നിന്ന് വളരെ റേറ്റ് കുറവിലാണ് ഞാൻ പരമാവധി നന്നായി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാരുടെ മുന്നിൽ ചൂരയ്ക്ക് ഒരു മടിയിലാണ്ട. ഈ ഒരു ചരട് എൻ്റെ ഒരു തുണി പീസ് ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ്. എന്നാലും നേരില്ല മനുഷ്യൻ പാടുന്നു. ഇനിയിപ്പോ ഇതിട്ട് എന്താ മോശം പറ. എന്താ ചുരിദാർ ഭയങ്കര ചുരിദാർ എന്താ ഭയങ്കര ഇപ്പൊ പറയണം. ഞങ്ങളുടെ ലൈഫിൽ ഏത് ചെറിയ കളിക്ക് ചില അത്ര ഉള്ള നിമിഷങ്ങള് ഞങ്ങള് പറയാ. ഒരുപാട് ടെൻഷനൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴും ഞങ്ങളുടെ നിമിഷത്ത് കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ. എന്താ പറയാ, അത്രയല്ലേ ഉള്ളൂ ലൈഫിൽ. നാളേക്ക് എന്ത് എന്ന് പറഞ്ഞ് ചിന്തിക്കാനും ഒക്കെ ഒന്നുമില്ല. ഇന്ന് കഴിഞ്ഞ് ഇന്നിപ്പോ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടാളുടെ ഇത് ചെറിയ നിമിഷങ്ങളും ചെറിയ സമയം. ഇന്നലെ കടയിലുണ്ടായിരുന്നു, ഇന്നലെ കടയിലില്ല. കുഞ്ഞിന്റെ അടുത്ത്. അപ്പൊ അവർക്ക് അതാ ഹാപ്പി. അവർക്ക് ഇവിടെ വന്നിരുന്ന കുറെ നേരം ആകുമ്പോ ബോറടിക്കും. അപ്പൊ കുഞ്ഞിന്റെ കൂടെ അച്ഛൻ്റെ കൂടെയും കായ ബജ്ജി തിന്നാൻ പോകാണ്ട് പോയിട്ടുണ്ട്. ബജ്ജി തിന്നാൻ പോയിട്ട് കൂടിയിട്ട് പോട്ടെ. എന്താ വെച്ചാൽ അവർക്ക് ഇപ്പൊ എങ്ങോട്ടും പോവാനില്ലല്ലോ. അവരെങ്ങോട്ടും പോകണില്ല. ഇപ്പൊ ഞങ്ങൾ ഈ ഷോപ്പ് എടുത്തതിന്റെ ശേഷം കുഞ്ഞുങ്ങളാണ് ശരിക്കും കഷ്ടപ്പെടുന്നത്. ഇനിയിപ്പോ ആ കുഞ്ഞിനെ അച്ഛനെങ്കിൽ ഇവിടേക്ക് വന്നിരിക്കും. രാവിലെ തൊട്ട് വന്ന് രാത്രി നമ്മളല്ലേ പോണ്. വേറെ ഒന്നൊരു താഴത്താടിന്ന് ഒരു 50-50 ബിസ്ക്കറ്റും കഴിക്കും, ഒരു ലൈസ് മേടിച്ചേക്കും. ഇതന്നെ പറ്റല്ല ചെയ്ത്. അപ്പൊ ഇപ്പൊ അത് മതി, ലൈസ് ഞങ്ങൾ അധികം മേടിച്ചു കൊടുക്കും. ബിസ്ക്കറ്റ് ഇഷ്ടം ഉണ്ടായിട്ടില്ല, എന്നാലും പിന്നെയും കുഴപ്പമില്ല. ലൈസിനേക്കാളും ഭേദം അത് 50 ഒക്കെ മേടിക്കണോ. ക്രീം ബിസ്ക്കറ്റ് ഒന്നും എനിക്കും താല്പര്യമില്ല. അപ്പൊ എന്താ പറയാ, എന്തോ പറയാൻ വന്നല്ലോ. അപ്പൊ എന്താ കുഞ്ഞിന്റെ കൂടെ പോയിട്ട് അപ്പൊ അങ്ങനെ ഒരാൾ അവിടെ ഉള്ള എനിക്കത് സമാധാനമായിട്ട് അവരെ കൊണ്ടു നടക്കാനുള്ള ബോറടിക്കില്ല. ഇവരുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ വർത്താനം ശല്യമായിട്ട് നിൽക്കുമ്പോ അവർക്കും ബോറടിക്കും. കെട്ടയച്ച് വെച്ചിട്ടുണ്ട്. ഏതത് കല്യാണിപ്പെട്ട അല്ലേ, നല്ല ഭംഗിയാ. ഇതൊക്കെ സൂപ്പറാണ്. എനിക്കില്ല ചെക്ക് സാരി. കണ്ണുണ്ടാക്കി എപ്പോഴും ചെക്ക് സാരി. ചെക്ക് സാരി ഇല്ല എൻ്റെ.
ബ്ലാക്ക് രസമുണ്ട്. രസമുണ്ട് ഇഷ്ടം. ഞാൻ എപ്പോഴാണ് ഒരു കസ്റ്റമർ വന്നപ്പോൾ ഞങ്ങൾ നാരായണിപ്പട്ട് കല്യാണിപ്പട്ട് അതിനൊക്കെ ഇറക്കിയെടുത്ത് ബ്ലാക്ക് നല്ല ഡാർക്ക് ബ്ലാക്ക്, നരച്ച ബ്ലാക്ക് ഒന്നുമല്ല, നല്ല നല്ല ഡാർക്ക് ബ്ലാക്ക്. എൻ്റെ ബ്ലൗസ് ഇത് തന്നെ ലൈന വരുന്നു, ലൈനായിട്ട് നല്ല രസമുണ്ടാവും. സാരിയോട് ലൈനാന്ന് പറയുന്നത് അല്ല ഓണായിട്ടൊന്നും തന്നൊന്നുമില്ല. എല്ലായിടത്തും സ്റ്റാഫുകൾക്ക് ഒരു ബോണസ് ഉണ്ട്, ഇവിടെ ബോണസും ഇല്ല ഒന്നുമില്ല. അപ്പൊ മുതലാളി പോകും, ഞാൻ പോവില്ല. ഒന്നും തരില്ല ചോദിച്ചപ്പോ. പണ്ടത്തെ പോലെ നല്ല പിശുക്കന. എന്താ ചെയ്യ, ഒന്നും തരാത്ത ചെക്കനായില്ലേ. ചുമതൊക്കെ ഞങ്ങള് വല്ല തമാശക്ക് പറയണ കാരണം, ചിലപ്പോ തമാശക്കായിരിക്കും, ചിലപ്പോ അത് കാര്യത്തിൽ. തമാശയെ കൂടെ കാര്യം പറയും, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ നല്ലൊരു വാഴക്കൊമ്പ് സാരി ഇഷ്ടം. അതൊരു പിസ്ത ഗ്രീൻ സാരി എടുക്കുന്നു, അതൊക്കെ ഭയങ്കര ഇഷ്ടം. അത് നമ്മളെ ആ പിസ്ത ഗ്രീനൊക്കെ ഒരുപാട് തിളക്കണ സാരി അല്ല, ഒരു തരം ഡള്ള് കളർ. എന്താ കാര്യം, തുടച്ച് ശരിയൊന്നുമില്ല. പിന്നെ വെറുതെ എന്തിനാ മുഖത്തോണ്ടിപ്പോ മനുഷ്യ ഒക്കെ. പക്ഷെ ആ പിസ്ത ഗ്രീൻ സാരി ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയിൽ ഇവിടെ വരെ കൈ വെച്ചടിച്ച് ഒരു കസവിങ്ങനെ അതൊരു നല്ല വെള്ളയിലൊക്കെ ഇട്ട് നല്ല ഭംഗിയിലോട്ടോ. ചില കളറുകൾ ഇപ്പം ഞാൻ എല്ലാ കളറിനും യൂസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഇപ്പം ചില കളറിലൊക്കെ ഞാൻ മേടിക്കില്ല, കാരണം എനിക്ക് അറിയില്ല. ഇപ്പം നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് കാണുമ്പോഴാണ് ആ കളർ ഇങ്ങനെ ഉടുത്താൽ ഭംഗിയുണ്ടാവും, ഇങ്ങനെ കോസ്റ്റ്യൂം ചെയ്താൽ ഭംഗിയുണ്ടാവും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി സാരിയാണ്. റേറ്റ് ഒന്നും അധികം കേട്ടോ, വളരെ റേറ്റ് ആണ്. പക്ഷെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഏത് ഏജുകാർക്കും, അതായത് ചെറുപ്പക്കാർക്കും വയസ്സായവർക്കും കൊടുക്കാൻ പറ്റുന്ന സെയിം ഫംഗ്ഷൻ അതല്ല എപ്പോഴും കൊടുക്കാം. നല്ല രസമുണ്ട്. എനിക്ക് ചില സാരികളൊരു അതല്ല ആ ബ്ലാക്കൊക്കെ ഇഷ്ടം, എൻ്റെ ബാക്കിലുള്ള ബ്ലാക്ക് ഇഷ്ടം. അങ്ങനെ ഇനി ബ്ലാക്കുള്ള ഒരു കൂമ്പാരം ഇനിയിപ്പോൾ പിന്നെ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. ആ ബ്ലാക്കൊക്കെ ഇഷ്ടമായിരുന്നു. ആ ലൈനായിട്ടുള്ള ബ്ലാക്ക് തന്നെ ഉണ്ടല്ലോ. ഒരുപാട് റേറ്റിൻ്റെ സാരി ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല, ഞാൻ റേറ്റ് കുറവിൻ്റെയാണ്. അതിൽ കുറച്ച് മോഡൽ മാത്രമേ കുറച്ച് റേറ്റിൻ്റെ ഉള്ളൂ. അതിലൊന്നും ഇതാ, കുറച്ച് റേറ്റുള്ള സൈഡിൽ ഒന്നും ഇതാണ്. നല്ല ഡോർക്ക് ഒതുങ്ങി എടുക്കാൻ നല്ല നീളം, എത്ര ഹൈറ്റ് ഉള്ളവർക്കാണ് കണ്ട ഉടുക്കാം. നല്ല നീളം കൂടിയ സാരി. ഇതിൻ്റെ ബ്ലൗസിന് ഒരു വെറൈറ്റി ഉണ്ട്, കാണിച്ചു തരാം. ഞാൻ അതൊന്ന് കാണിക്കണം എന്ന് വെച്ച് തുടങ്ങിയ വീഡിയോ അല്ല കേട്ടോ, എടുത്തപ്പോ അങ്ങനെ കാണിച്ചു മാത്രം. വെറൈറ്റി. ഇതാണ് ബ്ലൗസ്, നല്ല ഭംഗിയുണ്ടാവും ബ്ലൗസ്. എന്താ വെച്ചാൽ സാരി സിമ്പിളാ, ബ്ലൗസ് കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള ബ്ലൗസാണ്. രസമുണ്ട്, ഇഷ്ടമായി. എനിക്കിഷ്ടായി. മനുഷ്യ അത് ഞാൻ പണ്ടേ സുന്ദരിയാ. അതെന്റെ അച്ഛൻ്റെ അമ്മയുടെയും കഴിവാ, നിങ്ങളെ കഴിവല്ല, ജന്മം നൽകിയ കഴിവ്, പാരമ്പര്യമായി കിട്ടി വന്ന സൗന്ദര്യം. നിങ്ങൾക്ക് ഈ കാര്യത്തിന് യാതൊരു റോളും ഇല്ല മോനെ. എന്റെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ എന്റെ അച്ഛനമ്മയ്ക്ക് മാത്രം റോളുള്ളൂ. അവരാണ് എന്റെ സൃഷ്ടാക്കള്. സൃഷ്ടിച്ച ആൾക്കാർക്ക് മാത്രമല്ല അധികാരമുള്ളൂ. എന്റെ സൗന്ദര്യം അതെങ്ങനെയാ, എന്റെ സൗന്ദര്യം എങ്ങനെ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടേ പറയാം. സൗന്ദര്യം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ കല്യാണം കഴിച്ചോണ്ടീനെ. അപ്പൊ ഞാനോ ഹൃദയുണ്ട്, നല്ല ഹൃദയുണ്ട്. ശരി, നല്ല ഹൃദയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സത്യം പറയാം, എൻ്റെ അച്ഛനമ്മനെ 15 വർഷം നോക്കിയിട്ടുള്ളൂ കേട്ടോ. അച്ഛനും അമ്മയും 15 വർഷം തന്നെ നോക്കിയിട്ടുള്ളൂ. 28 വർഷമായി. 28 വർഷം നവംബർ വന്നു. ഉള്ളില് ചെറിയ വിഷമൊക്കെ ഉണ്ട്. എന്താ ഭംഗിയില്ലാന്ന് പറഞ്ഞപ്പോ ചുമ്മാ ആണോ? അങ്ങനെയാണോ? എനിക്ക് വിഷമുണ്ടായിട്ട് കാര്യമില്ല. ഇപ്പൊ വിളക്കെത്തിക്കണം നേരാണോ? ഇല്ലിക്ക് വിഷമില്ലാട്ടാ, സത്യം. ചെറിയ വിഷമം. അങ്ങനെ വിഷമം. പോട്ടെ, ബൈ ബൈ പറയും. ബൈ.